ചിഞ്ചു റാണി സൂംബാ റാണിയായി ഒരു ദുരന്ത മുഖത്തേക്ക് വന്ന് ഈ കുഞ്ഞിൻ്റെ വീടിനെ അപഹസിക്കരുത്, ഒരു മരണം വിറങ്ങലിച്ച് നിൽക്കുന്ന കുടുംബത്തെ അപഹസിക്കരുത് എന്നാണ് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്. ലഘൂകരിക്കാനും വെള്ളപൂശാനുമാണ് ഇവിടെ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് രാഷ്ട്രീയം കലർത്തുകയല്ല, മറിച്ച് ഈ ഒരു നിരാലംബരായ കുടുംബത്തിൻ്റെ ഭാവിയിൽ അത്താണിയാകേണ്ടിയിരുന്ന ഒരു കുരുന്നിൻ്റെ ജീവൻ വെച്ചിട്ട് ഇങ്ങനെ വന്ന് വെള്ളപൂശുന്നത് ശരിയല്ല. ഉല്ലാസ് കോവൂർ, ആരുടെ വീഴ്ചയാണ്? KCB സമ്മതിക്കുന്നുണ്ട്, ആ ലൈനിന് തറയിൽ നിന്നും കെട്ടിടത്തിൽ നിന്നും നിഷ്കർഷിക്കുന്ന ഉയരമുണ്ടായിരുന്നില്ല എന്ന്. സ്കൂള് അനുമതി ഇല്ലാതെയാണ് ആ കെട്ടിടം പണിതിട്ടുള്ളത്. ലൈൻ കമ്പിയുടെ താഴെ കെട്ടിടം പണിയാൻ പാടില്ലാത്തതാണ്. അതും ഇരുമ്പ് ഷീറ്റ് ഉള്ള ഒരു ഷെഡ് അവർ അനുമതി ഇല്ലാതെ പണിതു. അതിന് ഫിറ്റ്നസ് കൊടുത്തത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ വീഴ്ചയുമാണ്. അങ്ങനെ വീഴ്ചകളുടെ ഒരു പരമ്പര സംഭവിച്ചപ്പോഴാണ് ഈ അതിദാരുണമായ സംഭവം ഉണ്ടായത്. ആരെ കുറ്റം പറയണം? ശ്രീ അഭിലാഷ്, ഇത് പരസ്പരം പഴിചാരുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യുന്നതിനും അപ്പുറത്തേക്ക് ഇത് ഒരു മനുഷ്യത്വപരമായ ഒരു ഇടപെടിയിൽ ഇവിടെ നിഷേധിക്കപ്പെട്ടു, ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ യാഥാർത്ഥ്യം. കാരണം ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വരുന്ന വാർത്തകൾ, ശ്രീമതി ചിഞ്ചു റാണിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. അത് സത്യത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ ചിഞ്ചു റാണി സൂംബാ റാണിയായി ഒരു ദുരന്ത മുഖത്തേക്ക് വന്ന് ഈ കുഞ്ഞിൻ്റെ വീടിനെ അപഹസിക്കരുത്, ഒരു മരണം വിറങ്ങലിച്ച് നിൽക്കുന്ന കുടുംബത്തെ അപഹസിക്കരുത് എന്നാണ് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ ഇന്ന് രാവിലെ സത്യത്തിൽ മഴക്കാലമായിരുന്നു. എനിക്ക് വളരെ നേരിട്ടറിയാവുന്ന ഒരു പാവപ്പെട്ട സാധാരണ ദുർബല വിഭാഗത്തിൽ നിന്ന് വരുന്ന ഒരു കുഞ്ഞാണ് മിഥുൻ. അവൻ്റെ അച്ഛൻ കൽപ്പണിക്കാരനായ മനു നാട്ടിൽ ഒരു പണിയും ഇല്ലാത്തതിനാൽ ഇവിടുന്ന് ഒരു താൽക്കാലിക വിസ കിട്ടി കുവൈറ്റിലേക്ക് പോയതാണ്. അവിടെയും ഒരു രക്ഷയില്ല. തൻ്റെ 2 കുഞ്ഞുങ്ങളെയും വളർത്താൻ, തൻ്റെ കുടുംബത്തിലെ പ്രായമായവർക്ക് മരുന്ന് വാങ്ങാൻ, അല്ലെങ്കിൽ തൻ്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ ചെലവ് നോക്കാൻ ഒരു നിവൃത്തിയുമില്ല എന്നുള്ളത് കൊണ്ട് കുവൈറ്റിൽ നിന്നും അവർ പലായനം ചെയ്യപ്പെട്ട് 15 ദിവസത്തേക്ക് തുർക്കിയിലേക്ക് പോയിരിക്കുകയാണ്. അപ്പം ഒരു നിവൃത്തിയുമില്ലാത്ത ഒരു നിരാശ്രയരായ ഒരു കുടുംബമാണ്. ആ സുജ എന്ന് പറയുന്ന സഹോദരി തന്നെ വളർത്താനാണ് പ്രവാസിയായത്. ആ മനു ഇന്ന് രാവിലെ മഴയായതിനാൽ കൽപ്പണിക്ക് പോകാൻ കഴിയാതെ വന്നപ്പോൾ മകനെ ആദിക്കാട് മുക്ക് എന്ന് പറയുന്ന ഈ സമീപ പ്രദേശത്ത് കൊണ്ടുവന്ന് ട്യൂഷൻ സെൻറ്ററിൽ ബൈക്കിലാക്കിയിട്ടാണ് തിരിച്ചു മടങ്ങി വീട്ടിലേക്ക് പോകുന്നത്. ഈ കുഞ്ഞുമകൻ ട്യൂഷനും കഴിഞ്ഞാണ് ഈ സ്കൂളിലേക്ക് വരുന്നത്. അവിടെ അതിദാരുണമായ, സത്യത്തിൽ ഞങ്ങളൊക്കെ പഠിച്ച ഒരു സ്കൂളാണ്, ഞങ്ങൾക്ക് അതിയായ ദുഷ്ടമുണ്ട്. ഈ ഒരു ദുരന്ത മുഖത്ത് വന്ന് അതിനെ കേവലം സങ്കുചിതമായ രാഷ്ട്രീയം പറയുന്നത് ശരിയല്ല. എങ്കിലും യാഥാർത്ഥ്യം ചിലതുണ്ട്. ഇത് ഈ ഒരു ഫിറ്റ്നസ് എന്ന അല്ലെങ്കിൽ ഭൗതിക സാഹചര്യം എന്ന ഒരു സാങ്കേതികതയിലേക്ക് പോകുന്നതിനും അപ്പുറം ഇതൊക്കെ ഇവിടെ നടന്നാലും ഞങ്ങളെ ആരും ചോദ്യം ചെയ്യപ്പെടാനില്ല എന്ന മാനേജ്മെൻറ്റിൻ്റെ ശ്രീ അഭിലാഷ് ചോദിച്ച ആദ്യ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ പറയുന്നു. ഇവിടുത്തെ മാനേജ്മെൻറ്റാണ് ഇതിൻ്റെ ഒന്നാം പ്രതി. കാരണം ഇത് നമ്മുടെ ഈ ദൃശ്യങ്ങളിലുണ്ട്, ഈ നാട് മുഴുവൻ കണ്ടതാണ്. അത്രയേറെ താഴെ ഒരു ആശ, നമ്മുടെ തുണിയൊക്കെ അലക്കാൻ കെട്ടിയിരിക്കുന്ന ആശ പോലെ വളഞ്ഞു വന്ന്, സാങ്കേതികമായി പറഞ്ഞാൽ 4.6 മീറ്റർ ഉയരത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ഇത് ഈ പറയുന്ന അനധികൃതമായി കെട്ടിയിട്ടുള്ള കെട്ടിടത്തിൻ്റെ തൊട്ടുമുകളിൽ ടിൻഷീറ്റും സ്ക്വയർ ഫീറ്റും ഒക്കെ ഇട്ട് അനധികൃതമായി നിർമ്മിച്ചിരിക്കുന്ന, വളരെ വിദൂരത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു സൈക്കിൾ ഷെഡിൻ്റെ മുകളിലാണ് ഇത്രയും താഴെയിലേക്ക് ഇത് വന്നത്. ഇവിടെ ആദ്യം ഞങ്ങൾ ഈ ദുരന്തമുഖത്തേക്ക് ഓടിയെടുക്കുമ്പോൾ ഈ മാനേജ്മെൻറ്റിൻ്റെയും സ്കൂൾ അധികാരികളുടെയും നിലപാട് എന്ന് പറയുന്നത്, കഴിഞ്ഞ പ്രിൻസിപ്പളിൻ്റെ കാലത്ത് ഞങ്ങൾ വാക്കാൽ KCBയിൽ റിക്വസ്റ്റ് കൊടുത്തിരുന്നു എന്നാണ്. ഒരു കുഞ്ഞ് പിടഞ്ഞ് മരിച്ച് അത് മാത്രമല്ല, ശ്രീ ഉല്ലാസ് കോവൂർ, 2 ദിവസം മുമ്പ് KCBയുടെ സെക്ഷൻ ഓഫീസിൽ അവരുടെ മീറ്റിംഗ് നടന്നപ്പോ ജീവനക്കാർ റിപ്പോർട്ട് ചെയ്തു, ഈ സ്കൂളിന്റെ അടുത്തുള്ള ലൈൻ അങ്ങേയറ്റം അപകടകരമാണ്, അതിനെ വയർ ചെയ്യണം, അതിന് കവചിതമാക്കണം എന്ന് പറഞ്ഞു. ഉടനെ ഈ സ്കൂളിന്റെ പ്രിൻസിപ്പാളിനെ, ഈ സ്കൂളിന്റെ മാനേജറെ വിളിച്ചു. ഫോൺ റെക്കോർഡുണ്ട് KCBയുടെ കയ്യിൽ. അത് അടുത്ത മാനേജ്മെന്റ് മീറ്റിംഗിൽ നോക്കാം, ആലോചിക്കാം എന്നായിരുന്നു അപ്പുറത്ത് കൊടുത്ത മറുപടി. ഞങ്ങൾക്കൊക്കെ അറിയാവുന്ന ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ് അദ്ദേഹം അത് ചൂണ്ടിക്കാണിച്ചതാണ്. അവിടുത്തെ ഉദ്യോഗസ്ഥർ അത് ചൂണ്ടിക്കാണിച്ചതാണ്. ഈ പറഞ്ഞല്ലോ, ഇവിടെ സാങ്കേതിക പറഞ്ഞല്ലോ, ഫിറ്റ്നസിൻ്റെയും അല്ലെങ്കിൽ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തിയില്ലെങ്കിലും ഈ പാവപ്പെട്ട കുട്ടികളൊക്കെ ഇങ്ങനെയൊക്കെ അങ്ങ് പഠിച്ചോളും എന്നുള്ള ഒരു അഴകുടമ്പൻ അല്ലെങ്കിൽ നിരുത്തരവാദപരമായ ഒരു നിലപാടിൻ്റെ രക്തസാക്ഷിയായി മാറിയിരിക്കുകയാണ് പ്രിയപ്പെട്ട 13-കാരനായ മിഥുൻ എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. മനുഷ്യത്വപരമായി നമുക്ക് ഈ വിഷയത്തെ സമീപിക്കണ്ടേ? സാങ്കേതികത പോട്ടെ, എന്നിട്ടും മന്ത്രിമാർ വന്ന് ഇതിനെ വെള്ളപൂശാൻ ശ്രമിക്കുകയാണ്.
ഒരു 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 ഭരണകക്ഷിയുടെ പരമോന്നത സംസ്ഥാന സെക്രട്ടറി വന്ന് പറയുകയാണ് ഇത് CPM മാനേജ്മെൻ്റ് അല്ല, CPM മാനേജ്മെൻ്റ് അല്ല. പക്ഷേ ഈ പറ്റിയ അപകടത്തെ ലഘൂകരിക്കാനും വെള്ളപൂശാനുമാണ് ഇവിടെ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് രാഷ്ട്രീയം കലർത്തുകയല്ല, മറിച്ച് ഈ ഒരു നിരാലംബരായ കുടുംബത്തിൻ്റെ ഭാവിയിൽ അത്താണിയാകേണ്ടിയിരുന്ന ഒരു കുരുന്നിൻ്റെ ജീവൻ വെച്ചിട്ട് ഇങ്ങനെ വന്ന് വെള്ളപൂശുന്നത് ശരിയല്ല. സിസ്റ്റത്തിൻ്റെ ഫെയില്യൂറാണെന്ന് പറയുന്നു. ഏത് സിസ്റ്റമാണ് വിജയകരമായി ഇവിടെ ഉള്ളത്? ആരോഗ്യ മേഖല ഫെയില്യൂറാണ്, സിസ്റ്റം ഫെയില്യൂറാണെന്ന് പറയുന്നു. വിദ്യാഭ്യാസ മേഖല സിസ്റ്റം ഫെയില്യൂറാണെന്ന് പറയുന്നു. സിസ്റ്റത്തിൻ്റെ ടോപ്പാരാ? മന്ത്രിയല്ലേ? മന്ത്രിക്ക് എന്താ പണി? ഇത് ചോദിക്കേണ്ടത് ഈ സ്കൂളിൻ്റെ, ഈ തേവലക്കര ബോയ്സ് ഹൈ സ്കൂളിൻ്റെ HM എന്താ പണിയെന്നാണ് മന്ത്രി ചോദിച്ചത്. 14,000 സ്കൂളുകളിൽ നേരിട്ടെത്തി വിദ്യാഭ്യാസ ഓഫീസർമാർക്ക് ഇതിൻ്റെ സുരക്ഷിതത്വത്തെക്കുറിച്ച് അനാലിസിസ് ചെയ്യാൻ കഴിയുമോ എന്നാണ് ചോദിക്കുന്നത്. ഇതിനെക്കുറിച്ച് ബോധേടാകാതിരിക്കുകയും ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ ഇവിടെ സഹലയുടെ മരണത്തിൽ, അല്ലെങ്കിൽ കോട്ടയത്തെ വിഷയത്തിൽ, ഇപ്പോൾ ഏറ്റവും അവസാനം തേവലക്കരയിൽ ഒക്കെ ഇതിനെ ലഘൂകരിക്കാനും ഈ വിഷയങ്ങളെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാനും ഒക്കെയുള്ള ആസൂത്രിതമായ ശ്രമമാണ് നടക്കുന്നത്. സത്യത്തിൻ്റെ യാത്ര ഇപ്പോൾ ഇവിടെ ഞാൻ പറയാം, ഇവിടുത്തെ MLA ശ്രീ കോവൂർ കുഞ്ഞുമോൻ, അദ്ദേഹം ഇന്ന് അദ്ദേഹം താമസിക്കുന്ന വീട്ടിൽ നിന്നും ഏകദേശം 200 മീറ്റർ പോലും ഈ ദുരന്ത സ്ഥലത്ത് ദൂരമില്ല എന്നുള്ളതാണ്. അദ്ദേഹം ഇന്ന് നാട്ടിലില്ലായിരുന്നു എന്ന് പറയുന്നു, ശരിയാണ്. പക്ഷേ അദ്ദേഹം 6:40 ഈ സ്കൂളിൽ വന്ന് വിറങ്ങലിച്ച് നിൽക്കുന്ന ആളുകളുടെ മുഖത്ത് നോക്കി പറയുകയാണ്, മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തൊരു വിഷയവുമില്ല, KSEBിയുടെ ഒരു ഭാഗത്തൊരു വിഷയമില്ല, ഈ കുട്ടിയുടെ ഭാഗത്താണ് വിഷയമെന്ന്. എന്താണ് ഇതിനൊക്കെ മറുപടി പറയേണ്ടത്? ഇത് സത്യത്തിൽ ഇതിനെ ഒരു മനുഷ്യത്വപരമായി കാണുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഇവിടെ പറഞ്ഞല്ലോ, ഇവിടെ നിരവധി വിഷയങ്ങൾ പറഞ്ഞു. ഇവിടെ ഒരു മന്ത്രി തന്നെ ഇന്ന് വൈകുന്നേരം സൂംബ ഡാൻസ് കളിച്ചുകൊണ്ടാണ് പറയുന്നത് ഇത് ഈ കുട്ടിയുടെ കുഴപ്പമാണെന്ന്. സത്യത്തിൽ ഇത് ആരുടെ കുഴപ്പമാണ് എന്ന അഭിലാഷിന്റെ ചോദ്യം വളരെ പ്രസക്തമാണ്. ഞാൻ ഈ പ്രദേശവാസി എന്നുള്ള നിലയിൽ, ഈ സ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ഞാൻ പറയുന്നു, ഇത് KSEBിയുടെ അനാസ്ഥയാണ്, ഈ സ്കൂൾ മാനേജ്മെന്റിന്റെ അനാസ്ഥയാണ്. തീർച്ചയായിട്ടും ഇൻസെൻസിറ്റീവ് ആണ്, ഇൻഹ്യൂമൻ ആണ് മന്ത്രിമാരും ഉത്തരവാദപ്പെട്ട ആളുകളും ഒക്കെ നടത്തുന്ന പ്രതികരണം എന്ന് പറയാതിരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇത് കേരളം കാണുന്നു. അതിന് വെള്ളപൂശാൻ ശ്രമിക്കുകയാണ്. അതെ 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 അപകടത്തെ തങ്ങളുടെ കുറ്റമല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്.